Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulillah wa ala alihi wasahbihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്ത് രണ്ട് തരം ആൾക്കാരുണ്ട്. ഒന്ന്, ഏകനായ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ അങ്ങേയറ്റം ഭയപ്പെട്ട് സത്യസന്ധരായിട്ട് അള്ളാഹുൽ സമർപ്പിച്ചിട്ട് വിനയാന്വിതരായി ജീവിക്കുന്ന മനുഷ്യന്മാർ. രണ്ടാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള സൃഷ്ടാവിനെ മറന്നുപോയി അതുമല്ലി ധിക്കരിച്ചിട്ട് ജീവിക്കുന്ന അഹങ്കാരികൾ. ആദ്യത്തെ വിഭാഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികളാണ് പ്രവാചകന്മാർ. ഏറ്റവും ഉന്നത പദവിയിൽ നിൽക്കുന്നതാണ് പ്രവാചകന്മാർ. രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഫിർഔനും ഖാറൂനും നമ്രൂദുമൊക്കെ, അബൂജഹലും അബൂലഹബൊക്കെ. നമ്മൾ ഓരോരുത്തരും എപ്പോഴും നമ്മളെപ്പറ്റി ആത്മാർത്ഥമായിട്ടൊന്ന് വിചിന്തനം ചെയ്യണം സഹോദരന്മാരെ. നമ്മൾ പ്രവാചകന്റെ പാതയിലാണോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അതല്ല ഫിർഔന്റെ പാതയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രവാചകന്മാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, അവർക്ക് ഭൗതിക ലോകത്തിലല്ല കൂടുതൽ പ്രേമമുണ്ടാവുക, ഇവിടുത്തെ വിഭവങ്ങളെ പറ്റിയല്ല കൂടുതൽ ചിന്ത, മറിച്ച് അവരെപ്പോഴും ആഗ്രഹിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഈ കർമ്മം, എൻ്റെ ഈ സംസാരം, എൻ്റെ ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. എന്നാൽ ഫിർഔന്മാരാവട്ടെ, അവര് ദുനിയാവിലെ ഭൗതിക വിഭവങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അവർക്കതാണ് ഏറ്റവും വലുത്. ജനങ്ങളാണ് വലുത്, വിഭവങ്ങളാണ് വലുത്, അവനവന്റെ നഫ്സാണ് വലുത്. അവനവന്റെ നഫ്സിന് എന്താണോ തൃപ്തിപ്പെടുത്തുന്നത് അത് എന്ത് വില കൊടുത്തിട്ടും അവർ വാങ്ങും. പ്രവാചകന്മാരുടെ ഗുണം, പ്രവാചകന്മാരുടെ പാതയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ മുവഹിദുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, അവരെല്ലാവരും മനസ്സിലാക്കും, അല്ലാഹുവേ, അവർ യഥാർത്ഥത്തിൽ ഫക്കീർമാരാണ്. ഫക്കീർ, ഭിക്ഷക്കാരന്മാരെ പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരു മരച്ചുവട്ടിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, ഞാൻ വെറും ഫഖീറാണ്, ഭിക്ഷക്കാരനാണ്, ദരിദ്രനാണ്. നീ തരുന്ന എന്തെന്തു അനുഗ്രഹങ്ങൾക്കും ഞാൻ അർഹനാണ്. അല്ലാഹുവേ, അർഹനാണ്, എല്ലാ നന്മകൾക്കും ഞാൻ അർഹനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെന്നെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നീ വെറും ഭിക്ഷക്കാരനാണ് മനുഷ്യ, നീ വെറും ഭിക്ഷക്കാരനാണ്, നിനക്ക് ഒന്നിനും കഴിവില്ല. എന്നാൽ ഫിർഔന്മാരാവട്ടെ, അവര് വിചാരിക്കുന്നത് അന റബ്ബുകുമുൽ അഅല, ഞാൻ തന്നെയാണ് എൻ്റെ റബ്ബ്. എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ സമ്പത്താവാം, കാരണം ആരോഗ്യമാവാം, സന്താനങ്ങളാവാം, അല്ലെങ്കിൽ അധികാരമാവാം. ഈ കാരണങ്ങൾ കൊണ്ട് അവർ വിചാരിക്കുന്നത് അവർക്ക് അവരെ മേത്ത് ഒരുപാട് ആധിപത്യമുണ്ട്, അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നത്. പ്രവാചകന്മാരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാല്, അവര് യഥാർത്ഥത്തില് അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വാക്കില്ല. അവരെ വാക്ക് എന്താണെന്ന് വെച്ചാല്, ഖുർആൻ എന്ത് പറയുന്നു, അല്ല അള്ളാഹു എന്ത് പറയുന്നു, അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ത് പറയുന്നു, പ്രവാചകന്മാർ എന്ത് പറയുന്നു. പ്രവാചകന്റെ പാതയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും അവർക്ക് അവരെ സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇത് പറഞ്ഞിരിക്കുന്നുണ്ട്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് അവരുടെ വേദം. എന്നാൽ ഫിർഔന്മാരാവട്ടെ, അവരുടെ വേദം എന്താണെന്ന് വെച്ചാല്, ജനങ്ങൾ എന്ത് പറയുന്നു, ജനങ്ങളുടെ തൃപ്തി, ഇതാണ് അവർക്ക്. അല്ലെ, അവരെന്താണ് വിശ്വസിക്കുന്നത്, അവരുടെ അഭിപ്രായമാണ് വലുത് എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. പ്രവാചകന്മാരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാല്, അവർക്ക് അവരെ മേത്തുള്ള കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല, മറിച്ച് ഓരോ സെക്കൻഡും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ് കോൺഫിഡൻസ്, തവക്കുൽ. കൃത്യമായിട്ട് പഠിക്കും സഹോദരന്മാര്. ഏതേത് അവസരത്തിലും അവർക്ക് അവരുടെ കഴിവിലൊന്നും അമിതമായ ഒരു അഹങ്കാരമോ അല്ല അമിതമായ ഒരു വിശ്വാസമോ ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുന്നു, അത് നടക്കുന്നു, അല്ലാഹു ചെയ്യിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ചെങ്കടലിന്റെ മുമ്പിലും പറയാൻ പറ്റി ഇന്ന മഅയ റബ്ബി എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് പറയാൻ പറ്റിയതാണ്.
ഗുഹേന്റെ ഉള്ളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ പറ്റില്ല തഹ്സൻ ഇന്നല്ലാഹ മഅന. അവര് വലിയ വലിയ പദ്ധതികളൊന്നും ആലോചിച്ചില്ല, അവർക്ക് അള്ളാഹു ഉണ്ടെന്നുള്ള ബോധമാണ്. എന്നാല് ഫിറഔന്മാരാവട്ടെ അവര് വിചാരിക്കുന്നത് അവർക്ക് എല്ലാ കഴിവും ഉണ്ട്, റബ്ബുക്കുമുൽ അഅല. അതുകൊണ്ടാണ് ഇടക്കിടക്ക് പറയുന്നത് അവരുടെ സത്യം അസത്യം അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്, വേറെ ആരുമല്ല. അവർക്ക് സൃഷ്ടാവിന്റെ വാക്കുകൾക്കൊന്നും വിലയില്ല. അവര് തീരുമാനിക്കും ഇതാണ് ശരി, അതാണ് ശരി വെച്ചിട്ടാണ് പലപ്പോഴും ജീവിക്കാറുള്ളത്. വിനയാനീതരായ പ്രവാചകന്മാരുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ല സഹോദരന്മാര്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിന്നെയും ഒരുപാട് പരീക്ഷിക്കും. ഈ പരീക്ഷണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവർക്ക് ഒരുപാട് ക്ഷമയും ധൈര്യവും നൽകും. നിങ്ങൾക്കെല്ലാം പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്കുക. ബദറിൽ അവർക്ക് ധൈര്യം കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിലൂടെ ഓരോ പരീക്ഷണം കഴിയുന്നോറും അവർ യഥാർത്ഥത്തിൽ കൂടുതൽ വിനയാന്വിതരാവും. മാത്രമല്ല അവർക്ക് അല്ലാഹുവിൽ കൂടുതൽ വിശ്വാസം വർദ്ധിക്കും. എന്നാ ഫിർഔന്മാരാവട്ടെ അവർക്ക് എന്ത് സംഭവിക്കുന്നു കൃത്യമായിട്ട് പഠിക്കണം സഹോദരന്മാരെ. ഫിർഔന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞു, അവരെ എപ്പോഴും അള്ളാഹുവിനെ ധിക്കരിക്കുന്നു അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭവങ്ങളുടെ ആധിക്യം വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവരതിലിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ച് മഹാദുരന്തത്തിലേക്കാണ് പലപ്പോഴും പോവുക സഹോദരന്മാരെ. ഒന്ന് ചുറ്റുപാട് നോക്കിയാൽ മതി. എന്നിട്ട് ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാല് ഈ ഫിർഔന്മാർ വിചാരിക്കുന്നു അവർക്ക് കിട്ടുന്ന വിഭവങ്ങൾ അവരുടെ നന്മ കൊണ്ട് കിട്ടുന്നു എന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്കൊന്നും കിട്ടാത്തത് അവർക്ക് കിട്ടേണ്ട ശിക്ഷയാണെന്നാണ് ഫിർഔന്മാർ വിചാരിക്കുന്നത്. പലപ്പോഴും അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവനവന് എന്തെങ്കിലും വരുമ്പോൾ പലരും വിചാരിക്കും ഓ ഇത് എന്റെ നന്മ കൊണ്ട് ഒരുപാട് അള്ളാഹു പരീക്ഷിക്കുന്നെന്ന് വിചാരിക്കും. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട ശിക്ഷയാണ് എന്നാണ് അവർ വിചാരിക്കുള്ളൂ സഹോദരന്മാര്. ഏതായാൽ പ്രവാചകന്മാർ അങ്ങനെയല്ല. പ്രവാചകന്മാരുടെ പാതിൽ അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കിട്ടുമ്പോൾ ഏറ്റവും ആദ്യം ആലോചിക്കുക അള്ളാഹുവേ ഞാൻ ചെയ്തു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് അള്ളാഹു, അതൊക്കെ പുറത്ത് മാപ്പാക്കി തരണേ. കൂടുതൽ വിനയാന്വിതരാകും, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാ ഫിർഔന്മാരാവട്ടെ അവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് അവർക്കൊരു പരീക്ഷണം ലഭിക്കുന്നില്ല, അവർ വലിയ പദവികളാണ്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കൾ എന്നാണ് അവർ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നെന്ന് വെച്ച സഹോദരന്മാരെ, ഇഹലോക ജീവിതത്തിൽ തന്നെ പ്രവാചകന്മാരെ പോലെ ജീവിച്ചാൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വലിയ അനുഗ്രഹമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സമാധാനം, സന്തോഷം, സംതൃപ്തി. ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് മനസ്സിന്റെ ഐശ്വര്യമാണ്. അല്ലാണ്ട് വീട്ടിന്റെ, കാറിന്റെ, മൊബൈലിന്റെ, ഡ്രസ്സിന്റെ, കെട്ടിടത്തിന്റെ, ഏക്കർ കണക്കിന് ഭൂമിയോ അക്കൗണ്ടിന്റെ എല്ലാ സഹോദരന്മാരെ ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രവാചകൻ ഏറ്റവും ബർക്കത്ത് ലഭിച്ച വ്യക്തിയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകന് പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വലാത്തു വസ്സലാം നമുക്കറിയാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് എങ്ങനെയാണോ ബർക്കത്ത് ലഭിച്ചത് അതേപോലെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബർക്കത്ത് ഇട്ട് കൊടുക്കണമെന്നാണ് പ്രാർത്ഥന. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു വീട് പോലും, സ്ഥിരമായിട്ടൊരു വീട് പോലും ഇല്ല. എന്നാൽ ഫിർഔന്മാരാവട്ടെ അവര് വിഭവങ്ങളുടെ പിന്നാലെ പോയി ഒരുപാട് വിഭവങ്ങൾ ലഭിക്കും. മറിച്ച് അവർക്ക് സംഭവിക്കുന്ന വെച്ചാൽ ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു സംതൃപ്തി ഉണ്ടാവില്ല. മനസ്സ് കുടുസാകും സഹോദരന്മാരെ. ജീവിതത്തിൽ എപ്പോഴും അസ്വസ്ഥമായിരിക്കും. നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളിലേക്ക് തന്നെ എപ്പോഴും ചിന്തിക്കണം സഹോദരന്മാർ. ഇത് ഞാൻ പറയാൻ പ്രത്യേകിച്ചൊരു കാരണം, ഈയിടെ ഒരു വെള്ളപ്പൊക്കം വന്നു. പ്രളയത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ കഷ്ടപ്പെടാത്ത കുറച്ചു പേരുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അനുഗ്രഹിച്ചതാവാം, അവരെ കാത്തുരക്ഷിച്ചതാവാം. അതല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഓരോ അനുഗ്രഹങ്ങളും പോലും ഒരു പരീക്ഷണമാണ് നമ്മൾ മനസ്സിലാക്കണം. ആ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ നിലപാട് എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരീക്ഷിക്കുന്നവരുടെ ഹൃദയം അല്ലാഹു സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രളയത്തിന്റെ ബുദ്ധിമുട്ടിൽ വീട് വിട്ടിറങ്ങുമ്പോൾ ഞാൻ വീട് വിട്ടിറങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും അള്ളാഹുൽ തൃപ്തിപ്പെട്ട് ഞാൻ ഇറങ്ങി.
പക്ഷെ രണ്ടുപേരും വല്ലാതൊരു വിമർശിച്ചപ്പോൾ എൻ്റെ ഹൃദയം വല്ലാണ്ട് വേദനിച്ചു. അവര് പറഞ്ഞത്, ഒരാൾ പറഞ്ഞു അത് നിനക്ക് കിട്ടേണ്ടത് കിട്ടിയെന്ന് പറഞ്ഞു. രണ്ടാമത്തത് പറഞ്ഞു നീന്താൻ ഡോക്ടറിന് ഒരുപാട് കുളമുണ്ടല്ലോ പുറത്ത്, നീന്തി കുളിക്കാലോ. ഇത് രണ്ടും പറഞ്ഞത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണ്. ഒന്ന് നമസ്കരിക്കാത്ത മുസ്ലിമും, രണ്ട് താടി വെച്ച് വളരെ ദീനിയായി നടക്കുന്ന മുസ്ലിം. എന്തുകൊണ്ട് പറഞ്ഞു? അല്ലാഹു അഅലം. മറിച്ച് അവർ വിശ്വസിക്കുന്നത് കിട്ടേണ്ട ശിക്ഷ കിട്ടിയെന്നാണ്. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുള്ളൂ. എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഓരോരോ പരീക്ഷണം ശിക്ഷയായിട്ട് എടുക്കുന്ന തന്നെ വ്യക്തിയാണ്. അതിലൂടെ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്ത് കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അടുക്കുകയുള്ളൂ. എന്തുകൊണ്ട് അവർക്ക് വിദ്വേഷം വന്നു? അല്ലാഹു അഅലം. മറിച്ച് ഒറ്റൊരു കാരണമേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, അല്ലാഹുവിൽ മാത്രം നമ്മൾ തവക്കുൽ ചെയ്ത് സ്നേഹിച്ച് ഭയപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് പലവർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ 5 നേരം കൃത്യമായിട്ട് പള്ളിയിൽ പോകണമെന്നൊരു തീവ്രമായ ഒരു നിലപാട് എനിക്കുണ്ട്, നിർബന്ധമാണ്. ഈ 2 കാര്യങ്ങൾ എപ്പോഴും പറയുമ്പോൾ ഒരുപാട് വിമർശനം മെല്ലെ കൂടി വരും. ഒരു കുഴപ്പമില്ല. മറിച്ച് എനിക്ക് പറയാനുള്ളത്, കേൾക്കുന്ന വ്യക്തികൾക്ക് ആരും തന്നെ ഒരിക്കലും പോലും നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകരുത്, അങ്ങനെ നാവിൽ വന്നു പോകരുത്. നമ്മൾക്ക് വിദ്വേഷമുണ്ടോ, ആരോട് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും ആദ്യം ഒരു പ്രവാചകന്റെ സ്വഭാവമാണ് ആരോട് വിദ്വേഷം ഉണ്ടാവരുത്, എല്ലാവർക്കും നല്ലത് വരണേ എന്നുള്ള പ്രാർത്ഥന. അബൂജഹലിന് പോലും സ്വർഗം കിട്ടണേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന, എന്നെ വിമർശിക്കുന്ന എല്ലാവർക്കും കേൾക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് ഇട്ട് തരുമാറാകട്ടെ, എനിക്കും ഇട്ട് തരുമാറാകട്ടെ. എല്ലാവരുടെയും ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ എത്രത്തോളം വിനയാന്വിതരാകുന്നു, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ അടുക്കും. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ തരും. അത് പരീക്ഷണങ്ങളാവാം, ശിക്ഷയാവാം, എന്തുമാവട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യും. അല്ലാഹു കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരും. എനിക്കും നിങ്ങൾക്കും ഒന്നിനും കഴിവില്ല മനുഷ്യ, നിന്റെ 2 കാല് നിൽക്കണേം തന്നെ അല്ലാഹു ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തി തരും. നിനക്കൊരു ഓക്സിജൻ ശ്വാസം നീട്ടി വലിക്കാൻ പോലും നിനക്ക് അല്ലാഹുവിന് ആവശ്യമുണ്ടെന്ന് നിനക്കും എനിക്കും ബോധ്യപ്പെടുത്തി തരും. സഹോദരന്മാര്, ഒന്ന് അടുത്ത് നോക്കുക. എന്നെ സംഭവിക്കുന്ന, നമസ്കരിക്കാത്ത വ്യക്തികൾക്ക് ഒരുപാട് വിഭവങ്ങൾ കിട്ടുമ്പോൾ അവര് വിശ്വസിക്കുന്നു അവരുടെ നന്മ കൊണ്ട് കിട്ടുന്നുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ജമാഅത്തിന് പോയില്ല, നിങ്ങളിപ്പോൾ ആരെങ്കിലും ജമാഅത്തിൽ പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്ക് ബാങ്ക് ബാലൻസ് കൂടെയുള്ളൂ. ഇപ്പൊ പലിശ എടുത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂടെയുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മറ്റു നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു വിചാരിക്കും. അതേ അവസരം നിങ്ങൾ കാണുന്ന പള്ളിയിൽ പോകുന്ന 5 നേരം നിസ്കരിക്കുന്ന വ്യക്തികൾക്ക് ക്യാൻസർ ബാധിക്കുന്നു. അപ്പോൾ ഫിർഔൻമാർ ചിന്തിക്കുന്നു, അയാളുടെ തിന്മ കൊണ്ട് അയാൾക്ക് ക്യാൻസർ കിട്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കണം. എങ്ങേയറ്റം ഒരുപാട് സുജൂദുകൾ വർദ്ധിപ്പിച്ച് നമ്മൾ വിനയാന്വിതരാവണം. നോമ്പ് നോറ്റ് നമ്മൾ മനസ്സിലാക്കണം, ഈ ഭക്ഷണം പറയുന്നത് അള്ളാഹുവിന്റെ ആണെന്ന്. നോമ്പ് നോറ്റ് അള്ളാഹുവിന്റെ അടുത്ത് കൂടുതൽ വിനയാന്വിതരാവണം. നമ്മുടെ സമ്പത്തിന്റെ കാശ് നമ്മൾ ഒരുപാട് വിഹിതം, നമ്മൾ 2% അപ്പുറം നമ്മൾ ഒരുപാട് പേർക്ക് കൊടുക്കണം, പാവങ്ങൾക്ക്. എന്തുകൊണ്ടത് അള്ളാഹുവിന്റെ ആണെന്ന്. ആ സമയം അള്ളാഹുവിനാണ്. അതുകൊണ്ട് കൃത്യസമയത്തിന് ഫജ്ർ ജമാഅത്തിന് എഴുന്നേറ്റ് നമസ്കരിക്കണം എന്നുള്ള ബോധം നമ്മൾക്ക് വരട്ടെ, വിനയാന്വിതരാവട്ടെ. എന്തുണ്ടെച്ച സഹോദരന്മാരെ, ഉറപ്പ് വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അന്ത്യം പറയുന്നത് ഏറ്റവും ഭംഗിയായി മനോഹരമാകാൻ പോകുന്നത് പ്രവാചകന്മാരുടെ പാതയിലുള്ള ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ. ഉറപ്പ് സഹോദരന്മാരെ, ഉറപ്പ്. അതേ അവസരത്തിൽ ഫിർഔൻമാരായിട്ട് ജീവിക്കുന്ന, ജമാഅത്ത് നമസ്കരിക്കാത്ത വ്യക്തികൾ, ഹിജാബ് ധരിക്കാത്ത വ്യക്തികൾ, പലിശ വാങ്ങുന്ന വ്യക്തികൾ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരിയായിട്ട് ജീവിക്കുന്ന ഫിർഔൻമാർ, അവർ നിന്ദ്യതയിലേക്കാണ് പോകുന്നത്. അവരുടെ അന്ത്യം വല്ലാത്ത ദുരന്തമായിരിക്കും. നമ്മൾക്ക് മുന്നിൽ ചരിത്രമുണ്ട്. ഇന്നും പോലും നമ്മൾ പറയാൻ പോകുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു സൽപേര് കൊടുത്തു, പ്രശസ്തി കൊടുത്തു, പേര് കൊടുത്തു, ഇസ്സത്ത് കൊടുത്തു, ദുനിയാവിൽ കൊടുത്തു, പരലോകത്ത് കൊടുത്തു, മരണത്തിന് ശേഷം ജനങ്ങളിടയിൽ കൊടുത്തു. മറിച്ച് ഫിർഔൻ ജീവിക്കുമ്പോൾ അന റബ്ബുക്കുമുൽ ആല എന്ന കൊട്ടാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തോടെ തന്നെ കൊട്ടാരമൊന്നും കാണുന്നില്ല,
മറിച്ച് അദ്ദേഹത്തിന്റെ മയ്യത്ത് ഭൂമിയിൽ വെച്ചു. നിന്ദ്യരായിട്ട് അള്ളാഹു മുക്കിക്കൊന്നിട്ട് ഇന്നും എല്ലാവരും ശപിക്കപ്പെട്ട വ്യക്തിയായിട്ട് ഫിർഔൻ മാറി. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മൾ എന്താകണം, ഏത് പാതയിലേക്ക് നടക്കണമെന്ന് നിങ്ങൾക്ക് എനിക്ക് ചിന്തിക്കുക. ദയവ് ചെയ്ത് അങ്ങേയറ്റം വിനയാനീതരായിട്ട് പ്രവാചകന്മാരുടെ പാതയിലേക്ക് ജീവിച്ച് തുടങ്ങണം. തീർച്ചയായിട്ടും കൃത്യമായി 5 നമസ്കരിക്കുമ്പോൾ, കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ, ഖുർആൻ ഒരുപാട് ഓതിയിട്ട് പഠിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളെ വരുള്ളൂ. വിഭവങ്ങൾ കുറയാനും സാധ്യതയുണ്ട്. മറിച്ച് അതിലൂടെ ഒരുപാട് സന്തോഷം, സംതൃപ്തിയും സമാധാനം പോരാ, അള്ളാഹുവിനോട് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്ത് നമ്മൾ ഓരോരുത്തരും കൂടുതൽ അടുക്കും. അള്ളാഹു നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.